എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുമായിട്ട് അകന്നിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അവരൊരു ഹിഡൻ ഫീലിങ്സ് ആയിട്ടും കൂടെ നമുക്കിതിനെ എടുക്കാം. അതായത് അവർ മറച്ചു വെച്ചിരിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും പ്ലാൻ, ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്ന രീതിയിൽ എടുക്കുന്നുണ്ടോ, ഇതുകൂടി നമ്മളിന്ന് പരിശോധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്, വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സാണ് നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തി എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറാകാം, നിങ്ങളുടെ ഹസ്ബൻഡാകാം, നിങ്ങളുടെ വൈഫാകാം, നിങ്ങളുടെ ആരുമാകാം. അതായത് നിങ്ങൾ പ്രണയിക്കുന്ന ഒരു വ്യക്തിയാകാം. പക്ഷെ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി നിലവിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കണക്ഷന് വേണ്ടിയാണ് നമ്മളിന്ന് റീഡിംഗ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചതിന് ശേഷം ഈ റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് നെഗറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇതൊരു ജെൻഡർലെസ് ടൈംലെസ് റീഡിംഗ് ആണ്. ഇതെപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അത് അപ്പോൾ തന്നെ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. ഇന്ന സമയമൊന്നൊന്നുമില്ല, ഏത് സമയത്ത് നിങ്ങൾക്കിത് കാണാവുന്ന ഒരു റീഡിംഗ് ആണ്. ഈ ഒരു വീഡിയോ കാണുന്നത് തന്നെ യാദൃശ്ചികമല്ല, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു വസ്തുത ഒളിഞ്ഞു കിടക്കുന്നതായിട്ട് തന്നെയാണ് കാർഡുകളിലൂടെ മനസ്സിലാക്കി തരുന്നത് തന്നെ. അതൊരു ഭാഗ്യമായിട്ട് കരുതുക. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുക. അതുപോലെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാനും ശ്രമിക്കുക പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് മനസ്സിൽ ആലോചിച്ചു എന്ന് കരുതുന്നു ഞാൻ. അതിനുശേഷം നമുക്ക് കാർഡ് എടുക്കാം. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും എല്ലാവർക്കും ഒരുപോലെ റെസൊണേറ്റ് ആവില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. എന്താണ് അവരുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഹിഡൻ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഹിഡൻ ഫീലിങ്സ്. വാവ്, യെസ്. ആ ഒരു വ്യക്തി നിലവിലത്തെ സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് കാണിക്കുന്നത്. അവരിപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയി, ഇപ്പോൾ കുടുംബത്തോടൊപ്പം പോയി, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടൊപ്പം, ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനോടൊപ്പം ആയിരിക്കാം അവർ ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ അവരൊട്ടും ഹാപ്പി അല്ല. അവരുടെ ഓർമ്മകളിൽ നിറയെ നിങ്ങളാണ് എന്നാണ് 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത്. അവർ നിങ്ങളുടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, എടുത്ത് നോക്കുന്നുണ്ട്. അതൊക്കെ വളരെ ഒരു മാറ്റം അവരിൽ വന്നു എന്നാണ് കാണിക്കുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പല രീതിയിൽ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളുമായിട്ട് അവരിപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ പോലും നിങ്ങളറിയാതെ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇത് രണ്ട് സ്റ്റോക്കിങ്ങിനെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്, 6 ഓഫ് കപ്സും പേജ് ഓഫ് സോഡും. 6 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ പഴയ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നല്ല മെമ്മറീസൊക്കെ ഓർത്തെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു ശൂന്യതയാണ് അവരുടെ ജീവിതത്തിൽ, നിങ്ങളില്ലാത്തൊരവസ്ഥ. അതായത് നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു സമയത്ത് റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരൊരു തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബന്ധം എൻഡായത്. നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ളൊരു ബന്ധം എൻഡാകാൻ കാരണം ആ ഒരു വ്യക്തിയാണെന്ന് ഇവർക്ക് പൂർണ്ണമായി അറിയാം. പക്ഷേ അതിൽ വളരെ രീതിയിലുള്ളൊരു കുറ്റബോധം ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കുറ്റബോധം ഇവരെ വേട്ടയാടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അവരൊരുപാട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഒരു 4 ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് അവർ ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ അവരുടെ ചുറ്റും ഉണ്ടെങ്കിലും അവരൊട്ട് ഹാപ്പിയല്ല. ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. പക്ഷേ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്, ഒന്നും തുറന്നു പറയാത്തൊരു എനർജി. നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവർ ആ ഒരു ആഗ്രഹത്തെയൊക്കെ നിയന്ത്രിച്ച് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഉള്ളിൽ ഒതുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഏസ് ഓഫ് കപ്സിലേക്ക് മാറാനായിട്ട് കുറച്ചുകൂടി സമയം വേണം അവർക്ക്.
ഒരു തീവ്രമായ ഒരു സ്നേഹമാണ് ഈ ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ പ്രണയമാണ് നിങ്ങളോട് അവർക്ക് ഇപ്പോഴും. ഇത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാകാം, അല്ലെങ്കിൽ ലവേഴ്സ് ആകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുണ്ടായിരുന്നവർ ലിവ് ഇൻ ടുഗദർ ആയിരിക്കാം. ഇവർക്കൊക്കെ വേണ്ടിയാണിത്. അവർ പല വികാരങ്ങളൊക്കെ അവരെ മറച്ചു പിടിക്കുന്നതായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും സ്നേഹവും മാത്രമാണ്. പക്ഷേ അവരിപ്പോൾ എല്ലാം മറച്ചു വെക്കുകയാണ്. അവർക്ക് അതിനുള്ളൊരു ധൈര്യമില്ല നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. കാര്യം മാറി നിന്ന് നിങ്ങളെ കാണാൻ മാത്രമേ അവർക്കിപ്പോൾ കഴിയൂ. നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. കാര്യം നിങ്ങളോട് കടുത്ത രീതിയിലുള്ള മാനസിക വഞ്ചന ചെയ്തവരാണിവർ. ഇവരെ ഈ ഒരു കുറ്റബോധം വേട്ടയാടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ അവസാനത്തിലേക്ക് പോയത്. ഇത് ഇവരുടെ തെറ്റുകൊണ്ടാണ്. അതിപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട്. യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അല്പമെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തി വരുമോ? നിങ്ങൾ തന്നെ ഒന്ന് കരുതുക. കാര്യം തെറ്റു പറ്റിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്താണ് അവർക്ക് പറ്റിയത്? അവർക്കൊരു തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം നിങ്ങളൊരു ആത്മാഭിമാനമുള്ളൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഒരു പുരുഷനാണ്. നിങ്ങളെ പറ്റിച്ചാണ് ഇവർ മറ്റൊരു ബന്ധത്തിലേക്കും അല്ലെങ്കിൽ എല്ലാം ഇട്ടെറിഞ്ഞ് ഇവരുടെ വീട്ടുകാരോടൊപ്പം പോയത്. പക്ഷേ ഇപ്പോഴവരതോർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്, നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരമാവാൻ ആർക്കും ആവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ബോധ്യപ്പെട്ടു അവർക്ക് ആ ഒരു കാര്യമൊക്കെ. നിങ്ങളോട് അവർക്ക് ഹൃദയത്തിൽ നിറയെ സ്നേഹമാണെന്നാണ് ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നത്. ഒരു ഭയങ്കര പ്യുവറായിട്ടുള്ളൊരു ലവ്, അതാണ് അവർക്ക് നിങ്ങളോട് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അവർ നിങ്ങളോട് തെറ്റ് ചെയ്തു പോയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് അവർ ഒരുപാട് റിഗ്രറ്റ് അവർക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതോർത്ത് അവർ വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റോർത്ത് അവർ പശ്ചാത്തപിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യം നിങ്ങളിലേക്ക് എങ്ങനെ വരും, ഏത് മുഖത്തോടെ വരും നിങ്ങളിലേക്ക് എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു നിമിഷം. അവരുടെ കറണ്ട് ഒരു ഫീലിങ്സ് ഇതാണ് കേട്ടോ. തീർച്ചയായും അവർ നിങ്ങളെ അവിടെ ഇവിടെയൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിയായ സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. അവരെ ശരിക്കും സ്നേഹിച്ചിരുന്ന വ്യക്തി, യഥാർത്ഥത്തിൽ അവരെ സ്നേഹിച്ചിരുന്ന വ്യക്തി നിങ്ങളായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായതായിട്ട് ഈ ഒരു കാർഡുകളിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആ കാർഡുകൾ, ഇത്രയും കാർഡുകൾ അതിൽ നിന്ന് വ്യക്തമാണ് നമുക്ക്. ആ ഒരു നിങ്ങളോടാണല്ലോ ഞാൻ ഈ ഒരു വഞ്ചന മൊത്തം കാട്ടി എന്നുള്ളൊരു കുറ്റബോധം അവരെ വേട്ടയാടുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയാനായിട്ട് അവർ വൈകിപ്പോയി എന്നുകൂടി കാർഡുകൾ മനസ്സിലാക്കി തരുന്നു. നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കടുത്ത മാനസിക സംഘർഷമാണ് ആ ഒരു വ്യക്തി അനുഭവിക്കുന്നത്. പക്ഷേ അവരുടെ ഈഗോ അനുവദിക്കുന്നില്ല നിങ്ങളിലേക്ക് വരാനായിട്ട്. കാര്യം എങ്ങനെ അനുവദിക്കും? കാര്യം അവർ ചെയ്തു പോയ തെറ്റിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളിപ്പോൾ പിരിഞ്ഞതിന് കാരണം, നിങ്ങൾ രണ്ടുപേരും. അവർ നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടാണ് മറ്റൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം പോയത്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കിയില്ല. എപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയത്? നിങ്ങളുമായിട്ട് അകന്നു കഴിഞ്ഞ് മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോൾ, അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം താമസിക്കുന്ന ആ ഒരു സമയത്താണ് അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞത്. വളരെ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി നിലവിൽ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു തിരിച്ചറിവിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയതായിട്ടും കാണുന്നുണ്ട്. അവർ ഈ ഒരു നിമിഷത്തിൽ ഒട്ടും ഹാപ്പിയല്ല എന്നും കാണിക്കുന്നുണ്ട്. ഇനി അവരുടെ നെക്സ്റ്റ് ആക്ഷനും കൂടെ നമുക്ക് എടുത്തു നോക്കാം. എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ? നെക്സ്റ്റ് ആക്ഷൻ ഓഫ് യുവർ പേഴ്സൺ. എന്തെങ്കിലും ഒരു ആക്ഷൻ അവരെടുക്കുമോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. ഫ്യൂച്ചറിൽ അവരെന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്കായിട്ട്. യെസ്, ഫ്യൂച്ചറിൽ അവരൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു 3 മാസത്തിന് ശേഷം ഒരു റീയൂണിയനാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴവർക്ക് ഒരു കൃത്യത വന്നിട്ടില്ല, ഒന്നിനെക്കുറിച്ച് ഒരു ധാരണ വന്നിട്ടില്ല. എങ്ങനെ നിങ്ങളിലേക്ക് വരും എന്നൊന്നും അവർക്കറിയില്ല. അവരുടെ മനസ്സിൽ
ഇപ്പോൾ ഭയങ്കര ആശങ്കയും ഭയവുമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിലൊന്നും വിശ്വസിക്കാതിരുന്ന ഈ ഒരു വ്യക്തി ഇപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചു തുടങ്ങി, കർമ്മഫലത്തിൽ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. നേരത്തെ ഈ ഒരു വ്യക്തിക്ക് ദൈവത്തിലൊന്നും ഒരു വിശ്വാസമില്ലായിരുന്നു, പ്രപഞ്ചശക്തിയിലും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴവർ നിങ്ങളെക്കാളേറെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്, യൂണിവേഴ്സിലൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ഏകദേശം ഒരു 3 to 6 വീക്സ് വരെ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും ഓൾറെഡി അവർ സത്യം തിരിച്ചറിഞ്ഞു, പക്ഷെ എന്നാലും അവർക്ക് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്ന് അവർക്ക് അറിയില്ല. കാര്യം അവർ ചെയ്തു പോയൊരു തെറ്റിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വേർപിരിയൽ ഉണ്ടായത്. ആ ഒരു വേർപിരിയൽ അവർ ഒരുപാട് വേദന ഈ ഒരു നിമിഷം അനുഭവിക്കുന്നുണ്ട്. വേർപാടിൻ്റെ വേദന എന്നൊക്കെ പറയത്തില്ലേ, അവർ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒരു സ്വയം തിരിച്ചറിവ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, പൂർണ്ണമായൊരു തിരിച്ചറിവ്. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇവിടെ ഒരു ഗൈഡൻസും എക്സിസ്റ്റൻസ് കാർഡും പറയുന്നത് അവരൊരു ആത്മപരിശോധനയുടെ ഘട്ടത്തിലാണ് എന്ന് തന്നെയാണ് കേട്ടോ. കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റുപറ്റിയെന്ന്. അത് നമ്മൾ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡുകൾ എടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, അവർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. പക്ഷെ എവിടെയാണ് തെറ്റുപറ്റിയെന്നുള്ളൊരു സൂക്ഷ്മ പരിശോധന നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, ഒരു ആത്മപരിശോധന നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് അവർ. അതുകൊണ്ട് തന്നെ അവർ വികാരഭരിതനായിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യത കാണിക്കുന്നില്ല എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. വളരെ ആലോചിച്ച് അവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് ആലോചിച്ചതിന് ശേഷം ഒരു വ്യക്തമായൊരു തീരുമാനമെടുത്ത് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് വികാരഭരിതനായിട്ട് നിങ്ങളെ കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ളൊരു സാധ്യത കാണിക്കുന്നില്ല. ഈ ഒരു ബന്ധത്തിൽ നിങ്ങളെ അവർക്ക് വേണമെന്നുള്ളൊരു ദൃഢനിശ്ചയം അവരെടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു സെലിബ്രേഷൻ കാർഡ് സൂചിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ പോസിബിൾ ആണ് എന്നാണ്. അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ ഒരു വ്യക്തിയെ സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് കൂടി ഈ ഒരു കാർഡുകൾ പറഞ്ഞു തരുന്നു. അതുപോലെ അവർക്കറിയാം, ഇപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു ദൈവവിശ്വാസത്തിലൊന്നും അവർക്ക് മുൻപൊന്നും ദൈവത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നായിരിക്കും ഇവർ നേരത്തെ. പക്ഷേ ഈ ഒരു സമയത്ത് ഇവർ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്, ഒരു യൂണിവേഴ്സൽ പവറിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവരെ പൂർണ്ണനാക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പൂർണ്ണയാക്കുന്ന വ്യക്തി നിങ്ങളാണ്. നിങ്ങളിലേക്ക് മുഴുവൻ കമ്മിറ്റ്മെൻറ്റോടുകൂടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സുരക്ഷിതത്വവും സമാധാനവും നൽകാൻ വേണ്ടിയാണ് അവരിനി ഒരു തിരിച്ചുവരവ് നടത്തുന്നതായിട്ട് കാണിക്കുന്നത്. അല്ലാതെ നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാനും നിങ്ങളുമായിട്ട് പിണങ്ങിപ്പോകാനും ഒന്നുമല്ല. പൂർണ്ണമായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പെട്ടെന്നൊരു തീരുമാനം അവരെടുക്കില്ല. അവർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടതായിട്ടാണ് ഈ ഒരു ഗൈഡൻസ് കാർഡ് സൂചിപ്പിക്കുന്നത്. ഗൈഡൻസ് കാർഡ് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പേജ് ഓഫ് സോഡിൻ എനർജി, അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ സുഹൃത്തുക്കൾ വഴി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കുറ്റബോധമാണ് ഇപ്പോൾ. അവർക്കറിയാം, ഞാൻ കഴിഞ്ഞ സെറ്റ് ഓഫ് കാർഡുകളിലും പറഞ്ഞു, അവരാണ് തെറ്റ് ചെയ്തത്, നിങ്ങളെ വഞ്ചിച്ചത് അവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു വളരെ ഒരു കുറ്റബോധമുണ്ട് ഈ ഒരു കാര്യത്തിൽ. ആ കുറ്റബോധത്താൽ നീറുന്ന ഒരു മനസ്സായിട്ടാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കേ, ആണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ സാരാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. ഒരു 3 മാസം ഒരു സമയമെങ്കിലും എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. തനിക്ക് എവിടെയൊക്കെയാണ് തെറ്റുപറ്റിയെന്നുള്ളൊരു പൂർണ്ണമായിട്ട് അവരൊരു ആത്മപരിശോധനയുടെ ഘട്ടത്തിലാണ്. അതവർ വിലയിരുത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പം എൻ്റെ റീഡിങ്ങൊക്കെ ഇഷ്ടമാണെങ്കിൽ, എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ. അപ്പം ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിങ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നതാണ്. അപ്പം മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക എന്നും കൂടെ നിങ്ങളോട് പറഞ്ഞുകൊള്ളുന്നു. എല്ലായിടത്തും മഴയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്നും കൂടി ഞാൻ കരുതുന്നു. അതുപോലെ
ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെല്ലാവരെയും. ഒരിക്കൽ കൂടി പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കാവൂ. ആർക്കെങ്കിലും ഇൻഡെപ്ത് ആയിട്ടുള്ള റീഡിംഗ് ഒക്കെ അറിയണമെങ്കിൽ, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, അതായത് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിൽ കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിന് എൻ്റെ വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിനെടുത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും തേർഡ് പാർട്ടി റിമൂവൽ, ലവ് അട്രാക്ഷൻ, അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് റിമൂവൽ, ബ്രേസ്ലെറ്റുകൾ ആവശ്യമാണെങ്കിൽ, സ്റ്റോൺസ് ഒക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ മുഴുവൻ പേര്, നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ജന്മനക്ഷത്രം, ജനന സ്ഥലം, ഇത്രയും കാര്യങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് യോജിച്ച തരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിനും ഈ ഒരു വീഡിയോടൊപ്പം ചേർത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു റീഡിങ്ങിൽ കാണാമെന്നൊരു പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.